ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മൽക്ക ബീച്ചിലേക്കാണ്. ബഹ്റിൻ്റെ 4 ഭാഗവും വെള്ളമാണ്, അതുപോലെ തന്നെ ഇഷ്ടംമാതിരി ബീച്ചുകളും. എന്നാലും എന്താ ഇതുപോലെ മുട്ടോളം വെള്ളത്തിൽ കടലിലേക്ക് ഇത്ര ദൂരം നടന്നു പോകുന്നൊരു ബീച്ച് എനിക്ക് തോന്നുന്നു മൽക്കയിൽ മാത്രമേ ഉള്ളൂ. ഫീസൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങാവുന്നൊരു പബ്ലിക് ബീച്ചാണിത്. ആഴമില്ലാത്തതുകൊണ്ട് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ധൈര്യമായിട്ട് വെള്ളത്തിലിറങ്ങാം. മാത്രമല്ല നീന്തൽ പഠിക്കാനൊക്കെ വരുന്നവർക്ക് ഒരു പറ്റിയ സ്പോട്ടാണിത്. ചില ഭാഗങ്ങളിൽ ചെറിയ ചെറിയ കല്ലുകൾ എടുക്കണ്ടാവും, അപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ തോന്നും. എല്ലായിടത്തും ഇല്ല, അപ്പോൾ നല്ല ഭാഗം നോക്കി ഇറങ്ങി. സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആ പൊട്ടുപോലെ കാണുന്നില്ല, അതൊക്കെ ഓരോ ആളുകൾ നിൽക്കുന്നതാണ്. ആഴം കുറവായതുകൊണ്ട് നമുക്ക് അത്രയും ദൂരം വരെയൊക്കെ ധൈര്യമായിട്ട് നടന്നു പോകാം. മൽക്ക ബീച്ച് കാണാൻ വരുമ്പോൾ നമ്മൾ ഇത്തിരി നേരത്തെ ഇറങ്ങാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനടുത്ത് പോകുന്ന 2 അടിപൊളി പ്ലേസ് കൂടിയുണ്ട്. ഒന്ന് യുണൈറ്റഡ് അക്വാകൾച്ചർ ഫാം എന്ന് പറഞ്ഞൊരു ഫിഷ് ഫാമും, പിന്നെ സുമതി വളവ് എന്ന് പറയുന്ന കർസക്കൻ ഫോറസ്റ്റും. യുണൈറ്റഡ് അക്വാകൾച്ചർ ഫിഷ് ഫാം എന്ന് പറയുന്നത് മൽക്കയിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ യാത്രാ ദൂരമുള്ളൊരു സ്ഥലമാണ്. മീനുകളെ വളർത്തുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി ഫാമാണത്. ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ളൊരു അവസരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കർസക്കൻ ഫോറസ്റ്റും ഒരുപാട് ആളുകളൊക്കെ വരുന്ന ഒരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. യൂട്യൂബിൽ കയറി അജ്മൽ സ്റ്റോറി ബുക്ക് എന്ന് അടിച്ച ചാനലിൽ കയറാം. അപ്പോൾ പോകുന്നതിന് മുന്നേ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. ബീച്ചിൽ ഇറങ്ങുമ്പോൾ ഉപ്പുവെള്ളമൊക്കെ ദേഹത്തായിട്ട് തിരിച്ചു പോകുന്ന ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഷവറിനുള്ള സൗകര്യമുണ്ട്. ഉപ്പുവെള്ളമൊക്കെ നല്ലപോലെ കഴുകി കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് തിരിച്ചു പോയാൽ മതി. പിന്നെ ഈ ബീച്ചിൽ വേറെ എന്തൊക്കെ സൗകര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പെഡൽ ബോട്ടുകളും പിന്നെ ഈ കയാക്കിങ്ങിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള വഞ്ചിയും ഇവിടെ ഉണ്ട്. വലിയ റേറ്റ് ഒന്നും വരുന്നില്ല, നമ്മുടെ കൂടുതലുള്ളവരും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒട്ടുമിക്ക ബീച്ചെല്ലാം കാണുന്ന പോലെ കുതിര സവാരിയും കുട്ടികൾക്കുള്ള കുറേ ആക്ടിവിറ്റികളും പാർക്കും എല്ലാം ഉണ്ട് ഇവിടെ. ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഇത് പോകുന്നത് എന്തായാലും ഒരു രസമാണ് കേട്ടോ. പെരുന്നാൾ ദിവസത്തെ ഒരു കറക്കത്തിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പ്ലാൻ ചെയ്തത് മൽക്ക ബീച്ചിലേക്കാണ്. ഞങ്ങൾ താമസിക്കുന്ന മനാമേന്ന് ഏകദേശം ഒരു അരമണിക്കൂറിലേറെ ഓടാനുണ്ട് കേട്ടോ മൽക്കയിലേക്ക്. ബഹ്റൈനിലെ റോഡുകളും കാഴ്ചകളൊക്കെ കണ്ട് പതുക്കനായിട്ട് പോകാം നമുക്ക്. പോകും വഴി നിസ്കരിക്കാനായിട്ട് ഇറങ്ങിയൊരു പള്ളിയാണ്ടത്. നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത മുതൽ നല്ലൊരു ഭംഗിയുള്ള ഡിസൈനിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. ഒരുപാട് തൂണുകളും അതുപോലെ തന്നെ പള്ളിയുടെ അകത്ത് നല്ല അടിപൊളി ഇൻറ്റീരിയറൊക്കെ ആയിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇതായി കാണുന്നുണ്ടോ അൻസാർ ഗാലറി എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. ചില സമയങ്ങളിവിടെ നല്ല നല്ല ഓഫറുകൾ ഇടും. അപ്പോൾ നാട്ടിലൊക്കെ പോകുന്ന പ്രവാസികൾ എന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടാണ് പോകുള്ളൂ. കാരണം നല്ല വിലക്കുറവിൽ നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും ഇവിടെ.
ട്രാഫിക് നിയമങ്ങളൊക്കെ കർശനമായിട്ട് പാലിക്കണമെന്നുള്ളത് നേരിട്ടുണ്ട്. പക്ഷേ ഡ്രൈവിങ് ഗൾഫിൽ നല്ല എൻജോയ്മെൻറ്റോടുകൂടി ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഉണ്ടോ. ഞങ്ങളിപ്പോൾ പോകുന്ന ലൈനിൽ 120 കിലോമീറ്റർ സ്പീഡിലാണ് ലിമിറ്റുള്ളത്. ഞങ്ങൾ ഏകദേശം അതൊക്കെ ഒരു റീച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നൊരു സംഭവമാണ് റോഡിൽ നല്ല ഫ്ലൈ ഓവറുകൾ. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ മേൽപ്പാലങ്ങളല്ല, ഇതാണ് ശരിക്കുള്ള ഫ്ലൈ ഓവർ എന്ന് പറയുന്നത്. ഒരു റോഡിൽ നിന്ന് പല റോഡുകളിലേക്ക് പോവുകയും അവിടെ നിന്ന് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്ന ഒരു വെഡിജിൽ സംഭവം എന്ന് തന്നെ പറയേണ്ട ഒരു ഫ്ലൈ ഓവറുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പല ഭാഗങ്ങളിൽ പല ഡയറക്ഷനിലൊക്കെ വണ്ടികൾ പോകുന്നത്. 1-2 വട്ടമൊക്കെ ഇതിൽ കയറി എക്സ്പീരിയൻസ് ഉള്ളവനെ കൊണ്ടാണ് ഇത് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡയറക്ഷനൊക്കെ തെറ്റി ആകെ പൊല്ലാപ്പിലായി പോകും നമ്മൾ. Tonight, I opened up my eyes. Tonight, I'm wide awake and I'm breaking into. I can't make it. So will you save my life? Tonight, I'm talking in my sleep, and I'm tired of feeling like a അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബീച്ച് റോഡിലേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമുക്കിനി മൽക്കിയ ബീച്ചിലെ വിശേഷങ്ങളൊക്കെ കാണാം.
ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ദൂരം വരെ നമുക്ക് നടന്ന് പോകാൻ പറ്റുന്നുള്ളതാണ്. ഒരു അരപ്പൊക്കം വെള്ളം മാത്രമേ നമുക്ക് അവിടേക്ക് ഉണ്ടാവുള്ളൂ. റൂമിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഉപ്പുവെള്ളമായിട്ട് പോകണ്ട, നമുക്കൊന്ന് ഷവറൊക്കെ ചെയ്തിട്ട് നല്ല കൂളായിട്ട് പോയാൽ മതി.